എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഈ ആഴ്ച OTT റിലീസ് നടക്കുന്ന സിനിമയുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. അത് നമ്മൾ ലിസ്റ്റുള്ളത് ബൈക്കർ എന്ന് പറയുന്ന തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ആണ്. മെയ് 1 സിനിമ നെറ്റ്ഫ്ലിക്സ് മലയാളം ഉൾപ്പെടെ ഭാഷയിൽ സ്ട്രീമിംഗ് നടത്തുന്ന ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ലിസ്റ്റുള്ളത് നമ്മുടെ കേരളത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ വിവാദമായിട്ടുള്ള കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന സിനിമയാണ്. ഈ സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത് C5 ആണ്. ഈ വരുന്ന മെയ് 1 സിനിമ C5 വഴി റിലീസ് നടത്തുന്നു ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ ലിസ്റ്റുള്ളത് ഒരു ഹോളിവുഡ് സീരീസാണ്. സീരീസിൻ്റെ പേര് മാൻ ഓഫ് ഫയർ. നെറ്റ്ഫ്ലിക്സ് ആണ് പ്ലാറ്റ്ഫോം. ഈ വരുന്ന ഏപ്രിൽ 30, അതായത് ഇന്ന് ഈ സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴി സ്ട്രീമിംഗ് നടത്തുന്നതായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് കാത്തിരിക്കുന്ന ആടിൻ്റെ OTT റിലീസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. C5 ആണ് OTT റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത്. മെയ് 1, അതായത് നാളെ സിനിമ നമ്മൾ C5 വഴി OTT റിലീസ് നടത്തുന്നു ഒഫീഷ്യലി തന്നെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആട് എത്ര പേര് കണ്ടിട്ടുണ്ട്, എത്ര പേര് കാത്തിരിക്കുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ. അടുത്ത നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ദുരന്തർ 2 ആണ്. ദുരന്തർ റിവെഞ്ച്. ജിയോ ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ OTT റൈറ്റ്സ് വാങ്ങിച്ചുള്ളത്. ഏകദേശം 1700 കോടിക്ക് മുകളിൽ സിനിമ വേൾഡ് വൈഡ് കളക്ഷനൊക്കെ നേടി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമ ഈ വരുന്ന മെയ് പകുതിയോട് കൂടിയായി കൃത്യമായിട്ട് പറയുന്നത് മെയ് 14 ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് നടത്തുന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചുള്ളത്. അപ്പോൾ എത്ര പേര് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു മറക്കാതെ കമൻറ്റ് ബോക്സിൽ. അങ്ങനെ വാഴ 2 കേരള ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുകയാണ്. ഏകദേശം 125 കോടിക്ക് മുകളിൽ കേരളത്തിൽ മാത്രമായി സിനിമ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. വേൾഡ് വൈഡ് 230 കോടിക്ക് മുകളിലാണ് വാഴ 2 കളക്ഷൻ നേടിയിരിക്കുന്നത്. എന്തായാലും സിനിമ തിയേറ്ററിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെ കൈവരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന വീട് അറിയുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ആണ് വാഴ 2ൻ്റെ OTT റൈറ്റ്സ് വാങ്ങിച്ചിട്ടുള്ളത്. ഈ വരുന്ന മെയ് 2 വീക്കോട് കൂടി സിനിമയുടെ OTT റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏകദേശം മെയ് 14-15 തീയതികളാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് OTT റിലീസ് നടത്തുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.